ഞങ്ങൾ ടൗൺഷിപ്പ് നടത്താൻ ആലോചിച്ചു, ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഏകപക്ഷീയമായ തീരുമാനമല്ല, ഞങ്ങൾ ഗവൺമെന്റ് എന്നാണ് അതൊക്കെ ചെയ്തത്. കാര്യത്തിൽ എല്ലാവരും തൽപരരാണ്. അതുകൊണ്ട് പ്രതിപക്ഷത്തെ വിശ്വാസമാണ്. പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും വിളിച്ചു ചർച്ച ചെയ്തു. എങ്ങനെ ടൗൺഷിപ്പ് വേണമെന്ന കാര്യം തന്നെ പൊതുവായിട്ട് ചർച്ച ചെയ്തു. ആ ചർച്ചയിൽ വീടുകളുടെ ഓഫറുകൾ വന്നിട്ട് ഈ വീടിന്റെ ഓഫർ ഏത് തരത്തിലാണ് യാഥാർത്ഥ്യമാക്കുക, ഇതും ഞങ്ങൾ പൊതുവെ ചർച്ച ചെയ്തു. അപ്പൊ ഞങ്ങൾ എത്തിച്ചേർന്നത് ഒരു വീടിന് വില നിശ്ചയിക്കുക, എത്ര പൈസ തരണം എന്ന് കാണിക്കും. സർക്കാർ വീട് നിർമ്മിക്കുന്നതാണ് നല്ലത്. എല്ലാവർക്കും ഏകരൂപത്തിലുള്ള വീട് കൊടുക്കുക, ഒരേ തരത്തിൽ. അപ്പോ എനിക്ക് നല്ലത് കിട്ടി, മറ്റേ മോശം ചെയ്യുന്നതിനുള്ള നിലയിൽ ഒരേ മട്ടിലുള്ള വീടുകളെല്ലാം പൊതുവെ താങ്ങയായി. അങ്ങനെ 20 ലക്ഷം രൂപ ഒരു വീടിൽ നിന്ന് തരും. അപ്പൊ 100 വീട് പറഞ്ഞവരുണ്ട്, ആ തുക അവർ തരണം. പക്ഷേ ഈ വാഗ്ദാനം വളരെ എളുപ്പമാണല്ലോ. ആ വാഗ്ദാനം നടപ്പാക്കലാണല്ലോ പ്രയാസമുള്ളത്. ചിലര് വാഗ്ദാനം നടത്തും, പിന്നെ അതിൽ ഒന്നും ചിന്തിക്കാത്തത്. അങ്ങനെയുള്ള അനുഭവം ഉള്ളത് കൊണ്ട് തന്നെ ഒരു കാര്യം അവിടെ തന്നെ വ്യക്തമായി. ഈ വീട് നിർമ്മിക്കാനുള്ള ബാധ്യത സംസ്ഥാനത്തിൻ്റെതാണ്. ഈ പണം നൽകിയാലും നൽകിയില്ലെങ്കിലും സംസ്ഥാനം ആ ബാധ്യത നിറവേറ്റേണ്ടതായിട്ട് വരും. അത് നിറവേറ്റുക തന്നെ ചെയ്യും. അത് പറഞ്ഞത് ഈ പണമെല്ലാം തരുമോ എന്നുള്ള സംശയം കൊണ്ട് തന്നെയായിരുന്നു. ആ സംശയമാണ് പിന്നീട് യാഥാർത്ഥ്യം. ഇവരെല്ലാം കൂടെ നിന്നവരായിരുന്നു. ആദ്യം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തെറ്റി. അവര് സ്വന്തമായിട്ട് സ്ഥലമെടുത്ത് വീട് നിർമ്മിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോ പ്രതിപക്ഷ നേതാവ് സംസാരിക്കും, ഇതെന്താ ഇങ്ങനെയൊരു നിലപാട്, നമ്മളിങ്ങനെയല്ലോ കട്ടുവെക്കും. അതിന് വലിയ മറുപടിയില്ല. അപ്പോ കോൺഗ്രസ് എന്നുള്ള നിലക്ക് അവരെ ഓഫർ ചെയ്ത വീട് അതിനുള്ള പണം കിട്ടുമെന്നാണ് കണക്കാക്കുന്നത്. പക്ഷേ അവരെ പണത്തിന്റെ സ്ഥിതി ഇപ്പം കണ്ടല്ലോ. പണം എവിടെയാന്നൊരു പിടിയില്ലായിരുന്നു. പണം അവർക്ക് തരാൻ കഴിയും. ഇവിടെ വാഗ്ദത്വം പറഞ്ഞ് അതിന്റെ ഭാഗമായി വീട് നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയല്ലോ. സർക്കാരിന്റെ കാര്യത്തിൽ അത് പറ്റില്ല. സർക്കാരിന്റെ നടപടികൾ തുടങ്ങുകയല്ലേ, വീടുകൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയും. അപ്പൊ അതിന്റെ പണം കൊടുക്കണമല്ലോ. പണം കൊടുത്ത സംഘടനകളുണ്ടല്ലോ. ഇപ്പോ 100 വീട് നൽകുന്നു എന്ന് പറഞ്ഞ് DYFI അതിന്റെ പണം വന്ന് അപ്പോൾ തന്നെ ഏൽപ്പിച്ചല്ലോ. അങ്ങനെ ഏൽപ്പിച്ച കുറെ സംഘടനകളുണ്ടല്ലോ നാട്ടിൽ. ഇവര് ഇപ്പം മനസ്സിലാക്കുന്നത് പണം കയ്യിലില്ല. അപ്പോ നല്ല വഴി ഞങ്ങൾ തന്നെ വീട് നിർമ്മിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് അവരൊക്കെ മാറി. ഇതല്ലേ ഗ്യാരണ്ടി? ഏത് ഗ്യാരണ്ടിയെ പറ്റിയാണ് പറയുന്നത്? ഇപ്പോ BJP ഇവിടെ നമ്മുടെ ഈ പറയുന്ന പാവങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുന്നതിനോ മറ്റു കാര്യങ്ങൾക്കോ എന്താണ് സഹായം നൽകിയത്? മുണ്ടക്കൈ ചൂടുമലയുമായി ബന്ധപ്പെട്ട് അർഹമായ സഹായം തന്നോ? അവരുടെ ഗ്യാരണ്ടി എവിടെയുണ്ടായി? ഈ UDFന്റെ ഗ്യാരണ്ടി ഇത്തരത്തിലല്ലേ? ഇവിടെ പണം പിരിച്ച പണത്തിന് കണക്കില്ലാതെ. അപ്പൊ ഇതൊക്കെ നമ്മുടെ നാടിന്റെ അനുഭവത്തിലുള്ളതല്ലേ. പക്ഷേ LDF സർക്കാർ പറഞ്ഞ ആ കാര്യം അത് അക്ഷരം പ്രതി യാഥാർത്ഥ്യമായിരിക്കില്ലേ? അന്ന് എല്ലാവരും എന്ത് സന്തോഷത്തിലായിരുന്നു. ആ സന്തോഷത്തിൽ തന്നെയല്ലേ അവരിപ്പോഴും നിൽക്കുന്നത്. LDF ഗവൺമെന്റ് പറഞ്ഞ വാക്ക് പൂർണ്ണമായി പ്രാവർത്തികമാക്കുക തന്നെ ചെയ്യും. അപ്പോൾ പറഞ്ഞ വാക്ക് അല്ലെങ്കിൽ നൽകിയ ഗ്യാരണ്ടി അത് പ്രാവർത്തികമാക്കുന്നതാണ് LDFന്റെ രീതി. മറ്റവര് എല്ലാം പറയും, ഒന്നും നടപ്പാകില്ല എന്നതാണ് നമ്മുടെ നാടിന്റെ അനുഭവം. നേതാവ്
പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു ഈ വീടിന് വേണ്ടിയിട്ടുള്ള ഭൂമി കൈമാറണം സർക്കാരിന് ആവശ്യപ്പെട്ടിരുന്നു, തന്നില്ല, അതുകൊണ്ടാണ് വൈകുന്നത് എന്നാണ് ഒരു പുതിയ ന്യായമായി പറയുന്നത്. അങ്ങനെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സി. തീരെ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ എന്താ അതിനെപ്പറ്റി പറയാ? അല്ല, എന്തായാലും പറയാ സാധാരണ നല്ല ഭാഷയിലാണെങ്കിൽ വസ്തുതാവിരുദ്ധം എന്ന് പറയാ അല്ലെ. യഥാർത്ഥത്തില് അത്തരം ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല, അത്തരം ഒരു പ്രശ്നമേ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ചർച്ച ചെയ്യപ്പെടുന്നത് ഈ പറയുന്ന ഭൂമി ഏറ്റെടുക്കലിനെ പറ്റിയാണ്. ആ ഏറ്റെടുത്ത ഭൂമിയിൽ നിന്ന് വീടിന് സ്ഥലം കൊടുക്കലല്ല. ഞങ്ങൾ ചർച്ച ചെയ്തതെന്തായിരുന്നു പറഞ്ഞാൽ, ഈ പണം തരുന്നവരുണ്ടല്ലോ, ആ പണം തരുന്നവരുടെ അവരുടെ വീടാണ് ഇതെന്ന് പറഞ്ഞിട്ട് വീട് കൊടുക്കില്ല. അത് ഈ താമസിക്കുന്നവർക്കൊരു വിഷമമില്ല, ഇന്നയാളെ വീടാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയല്ല, അത് അവർ സ്വന്തം വീടായിട്ടില്ല ഇവർക്ക്. എന്നാൽ ഇത് ഇന്നയാളൊക്കെ സഹായിച്ചിട്ടുണ്ട്, ഇത്ര സഹായിച്ചിട്ടുണ്ട് എന്ന് ചെന്ന് കയറുന്ന അവിടെ തന്നെ ഒരു വലിയ ഫലകം നമ്മൾ വെക്കും, അവിടെ നമ്മൾ കുറിച്ച് വെച്ചിട്ടുണ്ടാവും. ഇതെല്ലാം ഞങ്ങൾ അംഗീകരിച്ച കാര്യമാണ്, പരസ്പരം അംഗീകരിച്ച കാര്യമാണ്. അത് മറന്നുപോയതായിരിക്കില്ല ഇപ്പൊ എന്തൊക്കെ പറയേണ്ടത് ന്യായം, അതിനുവേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. അത് വസ്തുതാവിരുദ്ധമാണ്, കുറച്ച് ഹാഷായി പറഞ്ഞ പച്ചക്കള്ളമാണ്. ഇപ്പൊ നമുക്ക് ഇവിടെ നിർത്താം. ഇവിടെ അല്ല, എലിപ്പത്തില്ല ഇനി നാളെ